സിനിമാ ആസ്വാദകർ ഒന്നടങ്കം കാത്തിരുന്നൊരു സിനിമയുണ്ട്, എമ്പുരാൻ. മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് എമ്പുരാൻ. പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ 2019 പുറത്തിറങ്ങിയ ലൂസിഫർ എന്ന സിനിമയുടെ രണ്ടാം ഭാഗമാണ് എമ്പുരാൻ. ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയിരിക്കുന്നത് മുരളി ഗോപിയാണ്. നിലവിൽ വിദേശ രാജ്യങ്ങളിലായി ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ്. ഈ ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റുകളും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പ്രേക്ഷകരുടെ ആവേശം ഇരട്ടിയാക്കി ചിത്രത്തിന്റെ പുതിയ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ചിത്രത്തിന് 3-ാം ഭാഗം വരുന്നു. വെളിപ്പെടുത്തിയിരിക്കുന്നത് മുരളി ഗോപി തന്നെയാണ്. ചിത്രത്തിന്റെ 3 ഭാഗങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ലൂസിഫർ എഴുതിയിരുന്നത്. ആദ്യമേ തന്നെ ഇതിന്റെ കഥാരീതികളും എഴുതിയിരുന്നു. ഇക്കാര്യം മോഹൻലാലിനോടും പറഞ്ഞിരുന്നു എന്ന് മുരളി ഗോപി പറഞ്ഞു. മഞ്ജു വാര്യർ, സായ് കുമാർ, ഇന്ദ്രജിത്ത്, ടോവിനോ തോമസ്, പൃഥ്വിരാജ്, സാനിയ അയ്യപ്പൻ, കലാഭവൻ ഷാജോൺ തുടങ്ങിയ മലയാളത്തിലെ അഭിനേതാക്കളും ബോളിവുഡിൽ നിന്ന് വിവേക് ഒബ്രോയുമാണ് 1-ാം ഭാഗത്തിൽ പ്രധാന വേഷങ്ങളിൽ അണിനിരന്നത്. പൃഥ്വിരാജ്, ടോവിനോ തോമസ്, മഞ്ജു വാര്യർ, ശശി കപൂർ, ഇന്ദ്രജിത്ത്, ബൈജു സന്തോഷ്, സാനിയ അയ്യപ്പൻ തുടങ്ങിയവർ എമ്പുരാനിലുമുണ്ടാകും. എമ്പുരാനിൽ മോഹൻലാൽ അവതരിപ്പിക്കുന്ന ഖുറേഷി എബ്രഹാം എന്ന കഥാപാത്രത്തിന്റെ ലുക്കാണ് ചിത്രത്തിൽ നിന്നും പുറത്തു വന്നിട്ടുള്ള അപ്ഡേറ്റ്. തോക്കുധാരികളായ നിരവധി ബോഡി ഗാർഡുകളുടെ നടുവിലൂടെ ഖുറേഷിയുടെ വരവാണ് പുറത്തു വന്ന ചിത്രത്തിലുള്ളത്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലായി പാൻ ഇന്ത്യൻ റിലീസായാണ് എമ്പുരാൻ റിലീസ് ചെയ്യുക. ലൂസിഫറിൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രത്തെയായിരുന്നു മോഹൻലാൽ അവതരിപ്പിച്ചത്. ഖുറേഷി എബ്രഹാം ലൂസിഫറിന്റെ അവസാന ഭാഗത്തും പ്രത്യക്ഷപ്പെട്ടു. സ്റ്റീഫൻ നെടുമ്പള്ളി ആയിരിക്കില്ല എമ്പുരാനിലെ പ്രധാന കഥാപാത്രം. ഖുറേഷി എബ്രഹാമിന്റെ പിന്നാലെ സഞ്ചരിക്കുന്ന കഥാരീതിയായിരിക്കും എമ്പുരാൻ എന്നാണ് അപ്ഡേറ്റുകളിൽ നിന്നും മനസ്സിലാകുന്നത്. PK രാംദാസ് എന്ന രാഷ്ട്രീയ അതികായന്റെ മരണവും തുടർന്ന് ആ സ്ഥാനം ലക്ഷ്യം വെച്ച് അധികാരം പിടിക്കാനായി സഹചാരികൾ നടത്തുന്ന വടംവലിയും കുതന്ത്രങ്ങളുമാണ് ചിത്രത്തിന്റെ ആദ്യ ഭാഗത്ത്. അങ്ങനെ രാഷ്ട്രീയം പറഞ്ഞാണ് ലൂസിഫർ തുടങ്ങുന്നതെങ്കിലും രാംദാസിന്റെ കുടുംബത്തെ ചുറ്റിപ്പറ്റിയാണ് പിന്നീട് കഥ മുന്നോട്ട് നീങ്ങിയത്. ചിത്രത്തിന്റെ 3-ാം ഭാഗം തീർത്തും ഒരു ഫാമിലി എന്റർടൈനർ ആയിരിക്കുമെന്നാണ് സൂചന.